ഒരുപാട് കഷ്ടപ്പാടും ദുരിതവുമൊക്കെ അനുഭവിക്കുന്ന കുറേ പേർ. എന്നാൽ അവർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ തീവ്രത എത്രയെന്ന് പോലും അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറേ ആളുകളെ പരിചരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ചാരിറ്റി വില്ലേജ് വെഞ്ഞാറമൂട്. കാഴ്ചയും കേൾവിയും സംസാരവും അന്യമായവർ, ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർ, കോമ സ്റ്റേജിൻ്റെ തീവ്രതയിൽ കഴിയുന്നവർ, ആരുമില്ലാതെ തെരുവിലലയുന്നവർ, ഇത്തരത്തിൽ ആരും തിരിഞ്ഞു നോക്കാനില്ലാത്തവരെയാണ് ചാരിറ്റി വില്ലേജിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും ഇവരുടെ അനാഥത്വം ജനുവിനാണ്. നാട്ടുകാർ, അയൽക്കാർ, കുടുംബക്കാർ, വാർഡ് മെമ്പർ, മതപരമായ ഒരു നേതൃത്വം, ഇവരെല്ലാവരും ഒരേപോലെ ഇവർ അനാഥരാണെന്ന് പറയുകയാണെങ്കിൽ അവരെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കുക. 2015 ചാരിറ്റി വില്ലേജ് പ്രവർത്തനം തുടങ്ങുന്നത്. 3.25 ഏക്കർ ക്യാമ്പസാണ്. 50 വർഷം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് ചാരിറ്റി വില്ലേജ് മുന്നോട്ട് പോകുന്നത്. ഇവരെ പരമാവധി കുറഞ്ഞ സമയം കൊണ്ട് പറ്റുന്നത് പോലെയുള്ള അവരുടെ കഴിവുകളൊക്കെ ഉത്തേജിപ്പിച്ച് പൊതുധാരയോടൊപ്പം ചേർന്ന് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അവരെ പരിശീലിപ്പിച്ചെടുക്കുക. രാവിലെ നേരം പുലർന്നാൽ പ്രാഥമിക കാര്യങ്ങൾ മുതൽ വൈകുന്നേരം ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ സ്വന്തമായി പരിശീലിപ്പിക്കുക. തിരിച്ചറിവ് പരമാവധി അവർക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആ രൂപത്തിലെ ഒരു പഠന പരിശീലനവും ഒക്കെ നൽകപ്പെടുന്ന ചാരിറ്റി എന്ന ആ വാക്ക് അർത്ഥമാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തപ്പെടുകയും അത് പരിശീലിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന പ്യൂറായൊരു ചാരിറ്റി. ഉല്ലാസയാത്രകളും പ്രകൃതി അറിഞ്ഞുള്ള ജീവിതവുമാണ് ബുദ്ധിമുട്ടുകളെല്ലാം മറന്നു ജീവിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഇവരെയൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാക്കി ജീവിക്കാൻ പ്രാപ്തരാക്കുക എന്ന വലിയ ലക്ഷ്യവുമായാണ് ചാരിറ്റി വില്ലേജ് മുന്നോട്ട് പോകുന്നത്. ആ ലക്ഷ്യം വിജയം കാണട്ടെ. ശ്യാമിനൊപ്പം അമൽത്തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.